കേരളത്തിൽ യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തി. ഇനി പുതിയൊരു കെ.പി.സി.സി പ്രസിഡന്റിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ സമയം സുപ്രഭാതം ദിനപത്രം സന്ദർശിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP. സർ, താങ്കൾ ഈ പുതിയൊരു സർക്കാർ വന്നു, എന്താണ് ഇതിന് പുതിയ മാറ്റങ്ങളും ഒക്കെ പാർട്ടിയിലും മുന്നണിയിലുമൊക്കെ വരികയാണ്? എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങളൊക്കെ നടക്കാൻ? വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന പ്രവർത്തനങ്ങളാണ് തുടക്കം മുതൽ തന്നെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഇനി ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെൻറ് എല്ലാ പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടിയും കൂടെ ഉണ്ടാകണം. ഗവൺമെൻറ് ചെയ്യുന്ന ജനോപകാരപ്രദമായ പരിപാടികൾ താഴെത്തട്ടിലെത്തിക്കുന്നതിന് പാർട്ടി സജ്ജമാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷൻ മന്ത്രിയായതിനെ തുടർന്ന് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്തും. KPCC പുനഃസംഘടന നടക്കും. അങ്ങനെ പാർട്ടി വളരെ സജീവമായി തന്നെ ഗവൺമെൻറ്റിനോടൊപ്പം മുന്നോട്ട് പോകും. ഗവൺമെൻറ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരുന്ന ഒരു ഗവൺമെൻറ്റായി മാറുന്നതിന് വേണ്ടി KPCCയും ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. താങ്കൾ KPCC പ്രസിഡൻ്റായാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കോൺഗ്രസിനകത്ത് കൊണ്ടുവരിക? അല്ല, ഞാൻ ആയില്ലല്ലോ, ആകുമ്പോഴല്ലേ അത് പറയാൻ പറ്റും. ഇപ്പോൾ പറയാൻ പറ്റില്ല. താങ്കളുടെ പേരും സജീവമായിട്ട് പറഞ്ഞു കേൾക്കും. ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പദവിക്ക് വേണ്ടി ഒട്ടേറെ യോഗ്യരായ ആളുകളുണ്ടാവും. അതിൽ നിന്നൊരാളെയാണ് നേതൃത്വം തിരഞ്ഞെടുക്കുന്നത്. നേതൃത്വം തിരഞ്ഞെടുക്കുന്ന ആരാണോ അവരായിരിക്കും പാർട്ടി നയിക്കുന്നത്. ഈ ഒരു സന്ദർശനത്തെക്കുറിച്ച് സുപ്രഭാതത്തെയും ജിഫ്രി തങ്ങളെയും നേരത്തെ തന്നെ വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ജിഫ്രി കോയ തങ്ങളെയും മുമ്പ് ഫൈസി അവർകളെയൊക്കെ കാണണം. ഞാൻ സ്ഥിരം വായിക്കുന്ന ഒരു പത്രമാണ് സുപ്രഭാതം. വളരെ ഇഷ്ടമുള്ള പത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ സുപ്രഭാതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ വളരെയധികം പവർഫുൾ എഡിറ്റോറിയലാണ് സുപ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് സുപ്രഭാതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങളിലെത്തിക്കുന്ന, അല്ലെങ്കിൽ അധികാരി വർഗത്തിന് മുന്നിൽ എത്തിക്കുന്ന പവർഫുൾ എഡിറ്റോറിയലാണ് സുപ്രഭാതത്തിൻ്റേത്. അതുകൊണ്ട് സ്ഥിരം സുപ്രഭാതം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറേ കാലമായി ആഗ്രഹിക്കുകയാണ് സുപ്രഭാതം പത്രത്തിലൊന്ന് പോകണം, സന്ദർശിക്കണം. അതിൻ്റെ ഭാഗം ഇന്ന് കോഴിക്കോട് വന്നപ്പോൾ സുപ്രഭാതത്തിലെത്തിയതാണ്. എല്ലാവരെയും നേരിൽ കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം ഫൈസി അവർ ഉൾപ്പെടെയുള്ളവരെ കണ്ടു. രാവിലെ ജിഫ്രി കോയ തങ്ങളെ ഇവിടെ വെച്ച് കാണാൻ അവസരം ലഭിച്ചു. ഇനിയും ഈ സൗഹൃദ സന്ദർശനം തുടരും. താങ്കൾ ഒരുപാട് കാലം MP ആയി നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ പഴയ പോലെ ഒരുപാട് പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ കുറേ കൂടി ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? തീർച്ചയായും കോൺഗ്രസ് ശക്തമാണല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ, ഇന്ത്യ മുന്നണി നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് സമാന ചിന്താഗതിയുള്ള എല്ലാ പാർട്ടിക്കാരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന 2-3 വർഷം വളരെ നിർണായകമാണ്. ഇന്ത്യയിലൊട്ടാകെ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായ അതിശക്തമായ ജനവികാരം ആളിക്കത്താൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് പലതരത്തിലുള്ള അധികാരം ഉപയോഗിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുമുള്ള വോട്ട് ചോരി ഇപ്പോൾ സീറ്റ് ചോറി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മോഷണമാണ്. എല്ലാം കള്ളത്തരങ്ങളിലൂടെയും കാപട്യത്തിലൂടെയും നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം കൈയാളുക എന്നുള്ള രീതിയിലേക്ക് BJP തരം താണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനവികാരം ഈ സർക്കാരിനെതിരാണ്. ആ ജനവികാരത്തെ അധികാരത്തിൻ്റെ ദണ്ട് ഉപയോഗിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുമൊക്കെ തന്നെ മറികടക്കാമെന്നാണ് BJP ശ്രമിക്കുന്നത്. പക്ഷേ ജനവികാരം അതിശക്തമായി മുന്നോട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി കൊണ്ടും BJPക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. അതിന് കോൺഗ്രസ് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വളരെ ശക്തമായി മുന്നോട്ട് പോകും. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന പ്രാദേശിക കക്ഷികൾ, സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളും ഒക്കെ തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും, ഒരുമിച്ച് നിൽക്കും. എന്തായാലും 2029 BJPക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും. ബ്രസീൽ ഫാനാണോ അർജൻറ്റീനയാണോ? അർജൻറ്റീന.